നമസ്കാരം. വിദേശത്തേക്കുള്ള പ്രതിനിധി സംഘത്തിന്റെ പട്ടികയിൽ നിന്ന് ശശി തരൂർ എംപിയുടെ പേര് കോൺഗ്രസ് നേതൃത്വം വെട്ടിയതിന്റെ കാരണങ്ങൾ ഒരു സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കേണ്ടതില്ല. സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും സ്വതന്ത്രമായി അവതരിപ്പിക്കാറുള്ള തരൂർ പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തുടരുമ്പോൾ അതിനെ ഒരു സ്വാഭാവിക പ്രതികരണമായി കണക്കാക്കിയാൽ മതി. എന്നാൽ ഇന്ത്യ പാക് സംഘർഷം പോലെ നിർണായകവും രാജ്യ താൽപര്യം അടങ്ങിയതുമായ വിഷയത്തിൽ തരൂരിനെ പോലൊരു നയതന്ത്ര വിദഗ്ധനെ മാറ്റി നിർത്താനുള്ള കോൺഗ്രസ് തീരുമാനം രണ്ടും കൽപ്പിച്ചുള്ള നടപടിയായി കാണുന്നവരുണ്ട്. കോൺഗ്രസ് നിർദ്ദേശിക്കാതിരുന്നിട്ടും തരൂരിനെ പ്രതിനിധി സംഘത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയതും അതിനെ തരൂർ ഒരു ബഹുമതിയായി കാണുന്നതും ഏറ്റുമുട്ടൽ ഇപ്പോൾ കോൺഗ്രസിലാണെന്ന സൂചന നൽകുകയാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് നമ്മുടെ അതിഥികൾ ജോൺ ബ്രിട്ടാസ് എം പി CPM-നെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു. KVS ഹരിദാസ് BJP-യെ പ്രതിനിധീകരിച്ച്, ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോർജ് പൊടിപ്പാറ എന്നിവരാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഭീകരപ്രവർത്തനത്തിന് തണലേകുന്ന പാകിസ്ഥാനെതിരെ ലോകത്തെ രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നത്. അങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ, കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല, ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് 2 വട്ടം 94-ലും 2008-ലും ഇതുപോലെ ദൗത്യ സംഘങ്ങളെ ഇന്ത്യ നിയോഗിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഘത്തെ തീരുമാനിക്കുമ്പോൾ അത് അതത് കക്ഷികളെ അവരുമായി കൺസൾട്ട് ചെയ്ത് അവർ നൽകുന്ന പേരുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ശ്രീ ജോൺ ബ്രിട്ടാസ് MP താങ്കൾക്കുണ്ടോ? ഈ ഒരു ദൗത്യ സംഘത്തിൻ്റെ ഉത്തരവാദിത്വവും ഇടപെടലും ഏത് സ്വഭാവത്തിലായിരിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകാനുള്ള തീരുമാനം താങ്കൾ എടുത്തു കഴിഞ്ഞു? യഥാർത്ഥത്തിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതുപോലുള്ള സംഘത്തിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതായിരുന്നു കുറേയും കൂടി അഭികാമ്യമെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി അവർ തീരുമാനിച്ച അംഗങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പം ഇവിടെ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, എന്നെ അവർ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്, കിരൺ റിജ്ജു. പക്ഷേ ഞാനത് എൻ്റെ പാർട്ടിയോട് ചർച്ച ചെയ്തു, പാർട്ടിയുടെ അനുമതിയോട് കൂടിയിട്ട് എൻ്റെ സന്നദ്ധത അറിയിച്ചു. അപ്പോൾ ഞാനിതേക്കുറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്. അതായത് അവർ വിവിധ പാർട്ടികളെ പരിഗണിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഈ സംഘത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഈ സംഘത്തിൻ്റെ ഭാഗമാക്കാകേണ്ട ആൾക്കാരുടെ ഒരു പട്ടിക അവർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ നീതിപൂർവമായിട്ടാണ് അവർ ചെയ്തത്. അതിൽ ഒരുപക്ഷെ വിവിധ പ്രാതിനിധ്യം വേണം, ഡൊമെയിൻ എക്സ്പെർട്ടൈസ് വേണം, ആർട്ടിക്കുലേഷൻ വേണം, പിന്നെ ചില മുഖങ്ങൾ വേണം, ഇപ്പം മുസ്ലിം ഫേസസ് വേണം, വനിതകൾ വേണം. ഇതൊക്കെ കൊണ്ട് ഒരു തീരുമാനം അവരെടുത്തു എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം സംഘങ്ങളെ തീരുമാനിക്കുന്നതായിരുന്നു കുറച്ചും കൂടി അഭികാമ്യം. ഇങ്ങനെ പറയുമ്പോൾ പോലും ശശി തരൂർ ആ സംഘത്തിൽ വേണ്ടതില്ല എന്ന രീതിയിലുള്ള ഒരു സൂചന പുറത്തേക്ക് വരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ, പക്ഷേ ഇതൊരു ദേശീയ വിഷയമായി ഉരുത്തിരിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ശശി തരൂരിനെ പോലെ ലോകം അറിയുന്ന ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരാൾ, മാത്രമല്ല ഡൊമെയിൻ എക്സ്പെർട്ടൈസ്, ഈ മേഖലയെക്കുറിച്ച് പ്രാഗൽഭ്യവും പ്രാവീണ്യമുള്ള ഒരാൾ ഈ സംഘത്തിൻ്റെ ഭാഗമായി പോകുന്നതാണ് അഭികാമ്യമെന്നാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം എനിക്കും വ്യക്തതയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ട്വീറ്റ് കണ്ടപ്പോൾ അതിൽ കൃത്യമായിട്ട് ശശി തരൂർ വിൽ പ്രസൻറ്റ് ഇന്ത്യാസ് കേസ് അറ്റ് ഗ്ലോബൽ ലെവൽ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിനെ ശ്ലാഘിക്കുന്ന രീതിയിലുള്ളൊരു ട്വീറ്റാണ്. പക്ഷേ കേരളം വിട്ടിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ ഭാഷ മറിച്ചൊരു ഭാഷയാണ്. ഇതിനപ്പുറത്ത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ
സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഉന്നത തസ്തികയൊക്കെ കൈയാളിയ ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന തരൂർ, അത് മാത്രമല്ല ഞാനും അദ്ദേഹവും വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പം ഒരു 30ഓളം എം പിമാരെ നയിക്കുന്ന ഒരു പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി കൈയാളുന്ന ഒരാൾക്ക് 7 സംഘങ്ങളായി തിരിഞ്ഞ് എം പിമാർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതിലെ ഒരു സംഘത്തിൻ്റെ നേതൃപദവി അലങ്കരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. ഇത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള ഇടപെടലായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം. അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്, ഞങ്ങൾ സഹപ്രവർത്തകരായതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഇതുപോലുള്ള വലിയ വിസ്തൃതമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് എക്സസൈസിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഗുണകരമാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അല്ല, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ 94-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു, ഈ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AB വാജ്പേയിയും ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയെയും സൽമാൻ ഖുർഷിദിനെയും ഒക്കെ ചേർത്ത് ഒരു ദൗത്യ സംഘത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് അയച്ചു. അന്ന് പാകിസ്ഥാൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ മുന്നിലുള്ള ദൗത്യം. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ 2008-ലും ഒരു പ്രതിനിധി സംഘത്തെ, അത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അയച്ചു. ഈ സംഘങ്ങളെ തീരുമാനിച്ചതൊക്കെ അന്നത്തെ കേന്ദ്ര സർക്കാരായിരുന്നില്ലേ? അന്ന് അതത് രാഷ്ട്രീയ കക്ഷികളുമായുള്ള കൂടിയാലോചനയ്ക്കും അവർ നിർദ്ദേശിച്ച പേരുകളുമായിരുന്നു ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിന് ബോധ്യപ്പെടുന്ന, അതായത് ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പാക്കാൻ പ്രാപ്തിയുള്ളവരെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്ന വ്യക്തികളെ ആയിരിക്കുമല്ലോ അതിൻ്റെ നേതൃപദവിയിലേക്കും ആ സംഘത്തിലേക്കും ഒക്കെ കൊണ്ടുവരിക? അങ്ങനെ ഈ പോകുന്ന 7 സംഘങ്ങളിൽ ഒരു സംഘത്തിൻ്റെ നേതൃപദവിയിലേക്ക് ശശി തരൂർ വരണം എന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുമ്പോൾ ആ ദൗത്യം പൂർത്തിയാക്കാൻ പ്രാപ്തിയുള്ളയാൾ എന്നൊരു മാനദണ്ഡം അവർ നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ രാഷ്ട്രീയ കക്ഷികളുമായി കൂടിയാലോചിക്കുന്നതായിരുന്നു അഭികാമ്യം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടായതിന് പിന്നിൽ എന്ത് ന്യായമാണ്, അല്ലെങ്കിൽ എന്ത് യുക്തിയാണുള്ളത്? അല്ല, അതിൻ്റെ യുക്തി എന്ന് വെച്ചാൽ ഈ ശശി തരൂരിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ ആ 4 പേര്, അതായത് സൽമാൻ ഖുർഷിദ്, അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ്. മനീഷ് തിവാരി മുൻ കേന്ദ്രമന്ത്രിയാണ്. അതുപോലെ അമർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP ആണ്. അദ്ദേഹം ഓൾ ഇന്ത്യ സിവിൽ സർവീസിലുണ്ടായിരുന്ന ആളാണ്. ഈ 4 പേരെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ 4 പേരെ നിങ്ങൾ വിട്ടുതരണമെന്ന് ആദ്യമേ തന്നെ പാർട്ടിയോട് വേണേൽ പറയാമായിരുന്നു. പിന്നെ ഒരു തരത്തിലും 2008-ലെയോ അതല്ലെങ്കിൽ AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെയോ ഉള്ള ഒരു രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. അതായത് ഞങ്ങൾ അതിശക്തമായിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജനാധിപത്യ രാജ്യം പോലുമല്ലാത്ത പാകിസ്ഥാനിൽ പാർലമെൻറ്റ് സമ്മേളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നു എന്നുള്ള തോന്നൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശദമായിട്ടുള്ള പ്രതിപാദനങ്ങൾ നടത്തുന്നു. ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. ഒരു ഏകമാനമായിട്ടുള്ള ഒരു പ്രതിപാദനത്തിനപ്പുറത്ത്, അതായത് യൂണിലാറ്ററലായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ അഡ്രസ്സിന് അപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും അർത്ഥവത്തായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള ഒരു വേദി ഒരുങ്ങണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. 2 സുപ്രധാന സർവകക്ഷി യോഗം, ഒന്ന് പഹൽഗാമിന് ശേഷം, 2 ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുടങ്ങിയ ശേഷം, ഈ 2 കാര്യത്തിലും 2 യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയത്തിൻ്റെ ഒരു കനത്ത പാളി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ചുവടുവെപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അഭികാമ്യമായിരുന്നു. മുമ്പ് ഈ പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയി നരസിംഹറാവും തമ്മിലുള്ള രസതന്ത്രം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ളൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ റാവുവും വാജ്പേയിയും ആലിംഗനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലൊരു ആലിംഗനം നടന്നിട്ടുണ്ട്. അത് പാർലമെൻറ്റിൽ
മറ്റേ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അപ്പുറത്തേക്ക് പോയിട്ട് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തിട്ടുള്ള ഒരു കാരിക്കേച്ചറുണ്ട്. പക്ഷേ ആ ഒരു ആലിംഗനത്തിനപ്പുറത്ത് നൈസർഗികമായി സ്വാഭാവികമായി സൗഹൃദത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ നേതാക്കളൊക്കെ തന്നെ പെരുമാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KVS ഹരിദാസിന് ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും. അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയൊക്കെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയും ചിന്താഗതികളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ആളാണ് എൻ്റെ സ്നേഹിതനായിട്ടുള്ള KVS. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ സാംശീകരിക്കുമ്പോൾ ഒരുപാട് അപകടമുണ്ട്. സംശയത്തിൻ്റെ മുനകൾ അല്ലെങ്കിൽ നാരുകൾ എഴുന്നേൽക്കുന്ന ഒരു രാഷ്ട്രീയ പന്താവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അബണ്ടൻറ്റ് കോഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 4 വ്യക്തികൾക്ക് ശശി തരൂരിനും സൽമാൻ ഖുർഷിദിനും മനീഷ് തിവാരിക്കും അമർ സിംഗിനും എന്താണ് കുറവ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസ് വെട്ടിലാകില്ലേ? ശശി തരൂരിന് എന്താണ് കുറവ്? പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, MEAയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹവും ഞാനും ആ കമ്മിറ്റിയിലുള്ളതാണ്. അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം ആ കമ്മിറ്റി നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പോൾ MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, ഇത്രത്തോളം ഡൊമെയിൻ എക്സ്പേർട്ടുള്ള ആൾക്ക്, ഈ മേഖലയെക്കുറിച്ച് ഇത്രത്തോളം പ്രാവീണ്യമുള്ള ആൾക്ക് ഐക്യരാഷ്ട്രസഭയെ പ്രവർത്തിച്ച ഒരാൾക്ക് ഒരു അമേരിക്കയിലേക്ക് ഒരു സംഘത്തെ നയിച്ചു കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ലീഡർഷിപ്പിന് അതിന് തൃപ്തികരമായിട്ട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്വതയോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കണം. അപ്പം ഞങ്ങളുടെ പാർട്ടി ഞാൻ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വിയോജിപ്പിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട്. ആ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളോടും പുറത്തിരിഞ്ഞു നിൽക്കുകയാണ്. എങ്കിൽ പോലും ഒരു ലാർജറായിട്ടുള്ള ഒരു നാഷണൽ കോസിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെയാണ് യഥാർത്ഥത്തിൽ കിരൺ റിജിജു വിളിച്ചത്. പക്ഷേ എൻ്റെ പാർട്ടി അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറ്റിയിട്ടേ ഇല്ല. ജോൺ ബ്രിട്ടാസ്, ഞാൻ രാജ്യസഭയിലെ ലീഡർ കൂടി എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതൊരു വിഷയമായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി പക്വതയോടെ പെരുമാറായിരുന്നു. മറ്റൊരു കാര്യം ഗോപികൃഷ്ണൻ, അതായത് ഇന്ത്യ അലയൻസ്, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ കോൺഗ്രസ് വേണമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂടി ഒരുമിച്ച് വിശ്വാസത്തിലെടുത്തുകൂടായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് ഇന്ത്യ അലയൻസിലെ പാർലമെൻറ്റ് നേതാക്കൾ യോഗം ചേർന്നത്. എന്തുകൊണ്ട് ഇതുപോലുള്ള സുപ്രധാന വിഷയങ്ങൾ, പഹൽഗാം വന്നു, ഓപ്പറേഷൻ സിന്ദൂർ വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യ അലയൻസിന് പ്രതിപക്ഷ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്നുകൂടായിരുന്നോ? ആ ഒരു യോഗത്തിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടായിരുന്നോ? അപ്പം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ആവശ്യം, അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്ന 4 പേരെ അയക്കണമെന്നുള്ള രീതിയിലുള്ള ആവശ്യത്തോട് ഞാൻ നോ പറയില്ല. എന്താ വെച്ചാൽ ആ പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്, അവരുടെ റൈറ്റാണ്, അവരത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ്. ശരി KVS ഹരിദാസ്, ഈ പാകിസ്ഥാനെ ഒറ്റതിരിച്ചു നിർത്താനും പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയെ തുറന്നു കാട്ടാനുമൊക്കെ രാജ്യാന്തര തലത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പ്രതിനിധി സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായി കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വ്യക്തികളുണ്ട്. അവരുമായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു നേരിട്ട് സംസാരിക്കുകയും നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അത് അതത് രാഷ്ട്രീയ കക്ഷികളുമായി കൂടിയാലോചിക്കാതെയാണ്. അതൊരു പിഴവായിരുന്നു എന്ന് ശ്രീ KVS ഹരിദാസ് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം അതിനോട് ചേർത്ത് വെച്ച് തന്നെ, ഇപ്പം ശശി തരൂരിനെ പോലെ ഒരാൾ ഒഴിവാക്കിയതിൽ വ്യക്തിപരമായി തനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന പരിചയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇറുഡിഷൻ, അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ ധാരണ, അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഗ്രിപ്പ്, ഇതെല്ലാം വെച്ച് ശ്രീ ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരാൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഇപ്പോൾ തരൂരിനെ ഒഴിവാക്കുന്നു, അതല്ലെങ്കിൽ ആനന്ദ് ശർമ്മയെയും ഗൗരവ് ഗഗോയിയും സയ്യിദ് നസീർ ഹുസൈനെയും രാജ ബ്രോറിനെയും പോലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പട്ടിക കോൺഗ്രസ് നൽകുന്നു. രാജ്യ താല്പര്യം മുൻനിർത്തി ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ കോൺഗ്രസിനോട് ചോദിക്കുകയും കോൺഗ്രസ് ഒരു പട്ടിക നൽകുകയും ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഗൗരവ് ഗഗോയിയെക്കുറിച്ച് ഗൗരവമുള്ളൊരു വിമർശനം നിങ്ങൾ ഉന്നയിക്കുകയാണ്. അയാൾ പാകിസ്ഥാൻ ചാരനാണ്, പാകിസ്ഥാൻ ഏജന്റാണ്, അയാളും ഭാര്യയും പാകിസ്ഥാനിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു സംഘത്തെക്കുറിച്ച് അതേ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പട്ടിക നൽകുമ്പോൾ അതിനെ നിങ്ങൾ സംശയത്തോടുകൂടി
അതിൽ ചില തെറ്റിദ്ധാരണകൾ ആരോപിക്കുകയും അതേസമയം ശശി തരൂരിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശ്രീ KVS ഹരിദാസ്? അല്ല ഗോപി, ആദ്യമായിട്ട് ഞാൻ നന്ദി പറയേണ്ടത് ബ്രിട്ടാസിന് തന്നെയാണ്. ആ ബ്രിട്ടാസ് നൽകിയ ചില സൂചനകൾ എൻ്റെ ജോലി പകുതി ആക്കി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ കിരൺ റിജ്ജു നേരിട്ട് വിളിച്ചതാണ്. ഞാൻ ഇന്ന് പരിശോധിക്കുമ്പോൾ അനവധി ഈ പ്രതിനിധി സംഘത്തിലുള്ള പലരും ANIക്കൊക്കെ കൊടുത്തിട്ടുള്ള ബൈറ്റുകൾ കണ്ടു. അവരൊക്കെ തന്നെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ എന്നോട് അഭ്യർത്ഥിച്ചു എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനം ഈ ജോലിക്ക് പറ്റുന്ന ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അവരോട് പറയുക. അതേസമയത്ത് കിരൺ റിജ്ജു പോയിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസിൻ്റെ അധ്യക്ഷനോടും സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് പ്രതിപക്ഷം സഹകരിക്കണം, പ്രതിപക്ഷ നേതാവിൻ്റെ സഹകരണം വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്രിട്ടാസിനോട് നേരിട്ട് വിളിച്ചു. ബ്രിട്ടാസിനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ടീമിൽ ഉൾപ്പെടുത്തിയത് CPM-നോട് ലിസ്റ്റ് ചോദിച്ചിട്ടല്ല. അതേപോലെ CPM-നോട് ചോദിക്കാത്തൊരു ലിസ്റ്റ് കോൺഗ്രസിനോട് ചോദിക്കുമെന്ന് നമ്മൾ കരുതണോ? കോൺഗ്രസിനോട് ചോദിച്ചു എന്ന് പറയുന്ന പ്രസ്താവന കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുണ്ട്, ശരിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടീമിനെ നിശ്ചയിച്ചത് ഗവൺമെൻറ് തന്നെയാണ്, ഹാൻഡ് പിക്ഡ് ടീമാണ്. അതിന് ഇപ്പോൾ നേരത്തെ ബ്രിട്ടാസ് തന്നെ പറഞ്ഞതുപോലെ അതിനുള്ള ചില കാരണങ്ങളുണ്ട് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതിൽ. ചില മുസ്ലിം ഫേസസ് ഉണ്ട്, വനിതകളുണ്ട്, അവരുടെ നയതന്ത്ര തലത്തിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ളവരുണ്ട്, മന്ത്രി എന്ന നിലയിലുള്ള പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, ശശി തരൂർ ഇക്കാര്യത്തിൽ അയോഗ്യനാണോ? തരൂരിനെ മിനിസ്ട്രി ഓഫ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കാൻ ശുപാർശ ചെയ്തത് ഇതേ കോൺഗ്രസ് തന്നെയല്ലേ? കോൺഗ്രസിൻ്റെ നോമിനി ആയിട്ടല്ലേ അദ്ദേഹം അധ്യക്ഷനായത്? അപ്പോൾ കോൺഗ്രസ്സുകാരനായ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട അസൈൻമെൻറ്റ് നിശ്ചയിക്കുമ്പോൾ ഇഗ്നോർ ചെയ്താൽ അതുണ്ടാക്കുന്ന വാർത്ത ആകുമായിരുന്നു? അതും ഗവൺമെൻറ്റിന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ ശശി തരൂർ മാത്രമല്ല, ഇതിൽ പോകുന്ന എല്ലാവർക്കും അവരുടേതായ യോഗ്യതകളുണ്ട്, അതിനുള്ള കഴിവുകളുണ്ട്. അത് രാജ്യത്തിന് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നവരാണ് എന്നുള്ള ബോധ്യം മോഡി ഗവൺമെന്റിനുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഗൗരവ് ഗൊഗോയിയെ കോൺഗ്രസ് നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹവും ഭാര്യയും പാകിസ്ഥാനിൽ താമസിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ഏജന്റാണെന്നും ഒക്കെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലൊരാൾ ആരോപിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ല, അത് കോൺഗ്രസ് നിശ്ചയിച്ച പേരല്ലേ ഗോപി? കോൺഗ്രസ് നിർദ്ദേശിച്ച പേരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഹേമന്ത ബിശ്വ ശർമ്മ പത്രസമ്മേളനം നടത്തി ഒരു ദിവസമല്ല, ഇന്നും അദ്ദേഹത്തിൻ്റെ ബൈറ്റ് വന്നിട്ടുണ്ട് ജയറാം രമേശിന് മറുപടിയായിട്ട്. BJPയുടെ ദേശീയ വക്താവ് സംബിത് പേത്ര ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്ക് എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ഒരു ആഗ്രഹം, ഈ വിഷയത്തിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിൽക്കണം, മറ്റു വിവാദങ്ങളൊക്കെ മാറ്റി വച്ചിട്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ബ്രിട്ടാസ് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ നരേന്ദ്രമോദി വന്ന് വിശദീകരണം കൊടുക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. പല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നു, അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്നത്തെ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ ബ്രിട്ടാസിനോട് ഓർമ്മിപ്പിക്കാം, നമ്മൾ പാർലമെൻറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രതിരോധ മന്ത്രി പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, സൈനിക വക്താക്കൾ പറഞ്ഞു. ദാറ്റ് ഈസ് എ ഗോയിങ് ഓൺ പ്രോസസ്. അത് വേണ്ടാന്ന് നമ്മൾ വെച്ചിട്ടില്ല, നിർത്തിയിട്ടില്ല.
അത് കഴിയുന്ന മുറയ്ക്ക് നമ്മൾ പാർലമെന്റ് ഉൾപ്പെടെ ഏത് വേദിയിൽ വേണമെങ്കിലും ചർച്ച ചെയ്യാം ഇത്തരം വിഷയങ്ങൾ. അല്ലല്ല, ശ്രീ കെ വി ശൈലജ, ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് മുമ്പിൽ ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ, രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ താങ്കൾ പറഞ്ഞതുപോലെ രാജ്യ താല്പര്യത്തെ മുന്നിൽ നിർത്തി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഏറ്റവും ആദ്യം വേണ്ട ഒന്നായിരുന്നല്ലോ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗം. അനിവാര്യമായ ഒന്നായിരുന്നല്ലോ പ്രത്യേക പാർലമെന്റ് സമ്മേളനം. ഇതിനൊന്നും വഴങ്ങാതിരിക്കുകയും അതേസമയം തന്നെ ഇതുപോലൊരു ദൗത്യ സംഘത്തെ അയക്കുമ്പോൾ അതത് രാഷ്ട്രീയ പാർട്ടികൾ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ അവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്തും പൊരുത്തക്കേടുകളുണ്ട്. അല്ല ഗോപി, ഞാൻ എന്നെ വേണ്ടി ഗോഗോയുടെ വിഷയത്തിലേക്ക് വീണ്ടും തള്ളിച്ചിടരുത് തന്നെ. എനിക്കത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്. അല്ല, അത് വലിയ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവാദങ്ങൾ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. അത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, BJPയുടെ ദേശീയ വക്താവാണ് പറഞ്ഞത്. ആസാമിലെ മുഖ്യമന്ത്രി അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു SITയുടെ ഫൈൻഡിങ്ങിൻ്റെ വെളിച്ചത്തിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് അതിനെക്കുറിച്ച് പഠനവും വിശകലനവും ഒക്കെ നടത്തുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത് മാത്രം ചർച്ച ചെയ്യാം. അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു തന്നെയാണ്. ഇപ്പൊ BJPയുടെ വക്താവ് തന്നെ പറഞ്ഞത് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയവരൊക്കെ പാക് അനുകൂലികളാണ് എന്നതാണ്. ചില്ലറയല്ലല്ലോ ഈ ആരോപണം, ചെറുതല്ലല്ലോ ഈ ആരോപണം. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ഈ നമ്മുടെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ പോകുന്ന പ്രതിനിധി സംഘത്തേക്ക് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ 4 പേരുടെ പട്ടിക പുറത്തിറക്കുമ്പോൾ അവരൊക്കെ രാജ്യദ്രോഹികളും പാക് അനുകൂലികളാണെന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി പറയുന്നത് ചെറിയ ആരോപണമല്ലല്ലോ ശ്രീ കെ വി എസ് ഹരിദാസ്. എന്നിട്ട് ശശി തരൂരിനെ ഒഴിവാക്കിയതിലെ രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ല ഗോപി, എനിക്ക് ഗോപി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. ഈ ഗൗരവ് ഗോഗോയ് അട്ടാരി ചെക്ക് പോസ്റ്റ് മുഖേന പാകിസ്ഥാനിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകാം. അതിന് പകരം അദ്ദേഹം അട്ടാരി ചെക്ക് പോസ്റ്റ് മുഖേന പാകിസ്ഥാനിൽ പോകുന്നു. 15 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വിദേശ സ്ത്രീയാണ്. അവർ സെറ്റിൽ ചെയ്തേക്കുന്നത് ഇസ്ലാമാബാദിലാണ്. അവിടെ ഈ കോൺഗ്രസിൻ്റെ ഉപനേതാവാണ് ലോകസഭയിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചില പാകിസ്ഥാനിലെ ബന്ധങ്ങളെക്കുറിച്ച് പോലും ആക്ഷേപവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് പബ്ലിക് ഡൊമൈനിൽ ഓൾറെഡി ഉള്ള വിവരങ്ങളാണ്. അത്തരം ഒരാളെ ഈ ഒരു വേളയിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കണോ? വേറൊരാൾ നസീർ ഹുസൈൻ എന്ന് പറയുന്ന കർണാടകത്തിന് രാജ്യസഭാ അംഗം. അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത ദിവസം ആ ആഘോഷത്തിനിടയ്ക്ക് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുഴങ്ങി. അത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്ത, ദേശീയ ചാനലുകൾ അന്ന് ചർച്ച ചെയ്ത. അതിനെക്കുറിച്ച് സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇതും ഇപ്പോൾ ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ് പലതും. കോൺഗ്രസ്സുകാർ ഇത്രയും വലിയൊരു ആക്ഷേപം വന്നിട്ട് ഗൗരവ് ഗൊഗോയോട് പറഞ്ഞോ യു ഷുഡ് ക്ലാരിഫൈ എന്ന് പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഒരു മറുപടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് രാജ്യം കേട്ടോ ഇതുവരെ? അപ്പോൾ ഇത്തരം ഒരാളെ ഇത്തരം ഒരു സുപ്രധാന ദൗത്യത്തിനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിനേക്കാൾ കുറെ കൂടി ഡീറ്റെയിൽസ് അന്ന് നമുക്കിവിടെ അവതരിപ്പിക്കുകയും ഞാനൊന്ന് ഇടപെടട്ടെ. കാരണം നമ്മുടെ ഒരു അതിഥി ശ്രീ ജോർജ് പൊടിപ്പാറ 8 മണി വരെ നമ്മളോടൊപ്പം ഉള്ളൂ. അദ്ദേഹം മറ്റു ചില എൻഗേജ്മെന്റ്സിലാണ്. ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് പോയിട്ട് താങ്കൾ പറഞ്ഞ ഈ വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരാം. ഈ വിവാദമല്ല ഞാൻ പറയുന്നത്, ഇതിൽ തരൂർ ഒഴിവാക്കപ്പെട്ട സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ചവിട്ടിയതാണോ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ ഒതുക്കിയതാണോ? കാരണം തരൂരിനെ പോലെ അത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആൾ, നയതന്ത്ര തലത്തിൽ അദ്ദേഹത്തിനുള്ള പരിജ്ഞാനം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മേലുള്ള അദ്ദേഹത്തിൻ്റെ കമാൻഡ് നമുക്കറിയാവുന്നതാണ്. ശശി തരൂരിനെ പോലൊരാൾ സ്വാഭാവികമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ രാഷ്ട്രീയം നോക്കാതെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ
തരൂരിന്റെ പേര് ആദ്യം കയറി വരുന്ന തരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് തരൂർ. തരൂരിനെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്ത് താല്പര്യമായിരിക്കും കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? പിന്നെ ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 4 പേരും അവർ പാക് അനുകൂലികളാണ് എന്ന വിമർശനം BJP ഉയർത്തുകയും ചെയ്യുന്നു. കോൺഗ്രസിനകത്തെ ചേരിപ്പോരിന്റെ ഇരയാണോ ശശി തരൂർ ഈ കാര്യത്തിൽ? ഗോപി, അങ്ങനെ കരുതാൻ പറ്റൂ. ഈ പറഞ്ഞ പോലെ ജോൺ ബ്രിട്ടാസ് വളരെ ഗൗരവമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ശശി തരൂരിൽ ഉൾപ്പെടുന്നതായിരുന്നു ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നിഷ്ണാതൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആ നിലയ്ക്കല്ല അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസിനെ, അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഒരു അഗാധമായ പാണ്ഡിത്യത്തെ, ലോക പരിചയത്തെ, ലോകമെമ്പാടുള്ള സ്വീകാര്യതയെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഈ വിഷയത്തില് BJPക്ക് വെറും എന്താ പറയാ ഇന്ത്യ വികാരം മാത്രമാണോ, അതോ നാളെ വരാനിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ നാളെ BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അങ്ങനെ ഇതിനു മുമ്പൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം കണ്ടിട്ടുമില്ല. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്കും ആ പാർട്ടിയുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒരു ശ്രീ ജോർജ് പൊടിപ്പാർ, ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞോളൂ. ഒറ്റ കാര്യം, അതായത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് പറഞ്ഞത് രാജ്യ താല്പര്യത്തിന് പ്രാധാന്യം നൽകിയുള്ള തീരുമാനമേ കോൺഗ്രസ് എടുക്കാറുള്ളൂ എന്നാണ്. ഏത് താല്പര്യത്തിന് പുറത്തുള്ള തീരുമാനമായിരുന്നു തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക? ഗോപി, ആലോചിച്ച് നോക്കുക. അതായത് ഈ വിഷയത്തിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇപ്പൊ ശശി തരൂർ മാത്രമാണ്, ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ രാജ്യ താല്പര്യത്തിന് അനുകൂലമാകൂ എന്ന് നമ്മൾ ശഠിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. ശശി തരൂരിനെ ഉൾപ്പെടുത്താതിരിക്കുന്നത് കോൺഗ്രസിൽ അതിനേക്കാൾ മികച്ച ആളുകളെയാണോ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വിഷയങ്ങളിലെല്ലാം കോൺഗ്രസ് ചില ഗൗരവമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ശശി തരൂർ ആദ്യം മുതൽ പറയുന്നു രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ആർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. രാഷ്ട്രത്തിനേക്കാൾ വലുതല്ല രാഷ്ട്രീയം, രാഷ്ട്രത്തിന്റെ താല്പര്യമാണ് പരമപ്രധാനം. അതുകൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ, ഈ പറഞ്ഞ യുദ്ധം പോലുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ശരിയല്ല. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സൈനിക വക്താക്കളോ സൈന്യ മേധാവികളോ പറയുന്നത് എന്തോ അതിനെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ ഇവിടെ ബ്രിട്ടാസ് അടക്കം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ കോൺഗ്രസിന് അതിൻ്റെതായ അഭിപ്രായമായിട്ട് പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് അത് കോൺഗ്രസിന്റെ മാത്രം അഭിപ്രായമല്ല. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം ആരാണ് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? കാശ്മീർ വിഷയത്തിൽ ഉഭയകക്ഷി ചർച്ചകളല്ലാതെ അതിനപ്പുറത്ത് മറ്റാരുടെയും ഇടപെടൽ, മധ്യസ്ഥ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് എക്കാലത്തും ആവർത്തിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അത് കോൺഗ്രസ് ഭരണകാലത്തായാലും BJP ഭരണകാലത്തായാലും ആ ഒരു നിലപാടാണ് നമ്മൾ എപ്പോഴും ഏറ്റവും നിർണായകമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ആ പ്രഖ്യാപനം നടത്തി? അതിനിടയായ സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ച ട്രംപ് അവകാശപ്പെടുന്നത് പോലെ കൃത്യമായിട്ട് അങ്ങനെ ഒരു അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ മധ്യസ്ഥന്മാരുടെ പങ്ക് അല്ലെങ്കിൽ മധ്യസ്ഥ പങ്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യ നിലപാട് മാറ്റിയോ? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ആണോ ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചത്? ഇതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിക്കണമെന്നും അതുപോലെ തന്നെ പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്നും കോൺഗ്രസും ഈ ബ്രിട്ടാസിന്റെ പാർട്ടി അടക്കമുള്ള കക്ഷികളും പലതവണ ആവർത്തിച്ചെങ്കിലും അങ്ങനെ ഒരു ആവശ്യത്തെക്കുറിച്ച് കുറെ കൂടി ഉദാരമായ അല്ലെങ്കിൽ കുറെ കൂടി ന്യായയുക്തമായ ഒരു പരിഗണന ഈ രണ്ട് ആവശ്യങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ തരൂർ നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് 71 ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിന്റെ കാലത്തുണ്ടായ സാഹചര്യം വെച്ച് കോൺഗ്രസ് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തരൂർ പറഞ്ഞു ആ സാഹചര്യമല്ല, അങ്ങനെ ഒരു താരതമ്യം തന്നെ ശരിയല്ല എന്ന്. ഇതാദ്യമായിട്ടല്ല തരൂർ സ്വതന്ത്രമായി തരൂരിന്റെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷേ ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ
കേന്ദ്രത്തിന് മുന്നിലുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന സംഘത്തെ നയിക്കാൻ തരൂർ വരുമ്പോൾ അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അവിടെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ, അവിടെ പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല സമീപനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങൾ, കാരണം 94-ലെയും 2008-ലെയും ഇതുപോലെ സമാനമായ രീതിയിൽ അയച്ചിട്ടുള്ള 2 ദൗത്യവും ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടുള്ള വലിയ വിജയമായിരുന്നു ആ പ്രതിനിധി സംഘത്തിനുണ്ടായിരുന്നത്. അതുപോലെ ഒരു വിജയം കാക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ ശശി തരൂർ അവതരിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാദങ്ങളാണല്ലോ, അല്ലാതെ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വാദങ്ങളല്ലല്ലോ. അപ്പോൾ തരൂരിനെ ഒഴിവാക്കിയതിന് ആ നിലയ്ക്ക് ഒരു ന്യായം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഗോപി, അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അതായത് ആദ്യം മുതൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു, പ്രതിപക്ഷ കക്ഷികൾ ഒരു നിലപാടെടുക്കുന്നു. പക്ഷെ തരൂർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ അതേപടി എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള വാദങ്ങളാണ്. പ്രധാനമന്ത്രി പറയുന്നത് 100% ശരി, BJP പറയുന്നത് 100% ശരി, സൈനിക മേധാവികൾ പറയുന്നത് 100% ശരി. ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കുക, സർക്കാരിനോടൊപ്പം നിൽക്കുക, ഫലത്തിൽ BJPയോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസോ മറ്റു പ്രതിപക്ഷ കക്ഷികളോ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ എൻഡോഴ്സ് ചെയ്യുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ശരിയായ രീതിയിലായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് 100% ശശി തരൂരിനെ എങ്ങനെ ഉൾക്കൊള്ളാനാകും? അദ്ദേഹം ഇപ്പൊ മാത്രമല്ല, അതായത് ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിലുള്ള അവിശ്വാസമാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ പ്രകടമാകുന്നത് എന്നാണോ? കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയിട്ടുള്ള പട്ടികയാണ് ഈ 4 പേരുടേത്. തരൂർ ഒഴിവാക്കപ്പെട്ട ഈ 4 പേരുടെ പട്ടിക രാഹുൽ ഗാന്ധി ഇടപെട്ട് നൽകിയതാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് അനഭിമതനായ, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത, അദ്ദേഹം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ശശി തരൂർ എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ കോൺഗ്രസ് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചല്ലോ. നേരത്തെ ജോൺ ബ്രിട്ടാസ് വളരെ കൃത്യമായി പറഞ്ഞ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ശശി തരൂർ അതിലുണ്ടാവേണ്ടതായിരുന്നു. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ഏറ്റവും നമുക്ക് ആശ്രയിക്കാവുന്ന, കോൺഗ്രസിൽ നമുക്ക് എടുത്തു പറയാവുന്ന പേരും അദ്ദേഹം തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? പാർട്ടി അതിനു മുമ്പ് മുന്നോട്ട് വെച്ച ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെയും BJPയുടെയും അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായങ്ങളോടും ഒരു ആവശ്യങ്ങളോടും ഏതെങ്കിലും തരത്തിൽ യോജിക്കാവുന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും ശശി തരൂർ പുലർത്താതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ എൻഡോഴ്സ് ചെയ്യാതിരിക്കുമ്പോൾ, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യണം? മറ്റു പാർട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? BJPയുടെ ഏതെങ്കിലും നിർദ്ദേശത്തോട് യോജിക്കാത്ത ഒരു BJP നേതാവിനെ ഇത്തരം ഒരു സംഘത്തിൽ BJP ഉൾപ്പെടുത്തുവോ? അല്ലെങ്കിൽ പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്ന് പറയുന്ന ഒരു BJP നേതാവിനെ ഈ സംഘത്തിൽ BJP ഉൾപ്പെടുത്തുവോ? അല്ലെങ്കിൽ സർവകക്ഷി യോഗം വേണം, പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നത് ശരിയല്ല ആ യോഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ നേതാവിനെ BJP അംഗീകരിക്കും? ഇവിടെ കോൺഗ്രസിന് അതിൻ്റെതായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. രാഷ്ട്രീയമായിട്ട് ആ പാർട്ടി ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് അതിൻ്റെതായ താല്പര്യങ്ങളില്ലേ? നാളെയും ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണ്ടേ? അപ്പോ ഇവര് ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇതാ നോക്കൂ, കോൺഗ്രസിനകത്ത് ഏറ്റവും മുന്നോട്ട് വെക്കാവുന്ന സാർവദേശീയ കാര്യങ്ങളിൽ ഏറ്റവും നിഷ്ണാതനായ ശശി തരൂരിനെ പോലെ ഒരാള് BJP പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അംഗീകരിക്കുകയും അത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ 23 ഫെബ്രുവരിയിൽ ഈ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിക്കേണ്ടി വരും. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തരൂർ പറഞ്ഞതിനെയും ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തെയും, ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ തീരുമാനിച്ചതിനെ ബഹുമതിയായി കാണുന്ന തരൂരിന്റെ മാനസികാവസ്ഥയും ഒക്കെ കോൺഗ്രസ് വളരെ സംശയത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും കാണേണ്ടി വരും. ശ്രീ ജോർജ് പൊടിപ്പാറ, അതിന്റെ ഒരു സൂചനയാണല്ലോ ഇപ്പൊ കാണുന്നത്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല, പകരം 4 പേരുകൾ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ശശി തരൂരിന്റെ ഈ പോക്ക്, അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇനിയും അതേപടി തുടരാനും അതേപടി ഉൾക്കൊള്ളാനും പാർട്ടി തയ്യാറല്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി വിലമതിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ, പല കാര്യങ്ങളിലും വിയോജിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെയൊക്കെ പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഓർമ്മയുണ്ടല്ലോ, ഈ ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖം വിവാദമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അദ്ദേഹവുമായി അടച്ചിട്ട മുറിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ ഒന്നായിരുന്നു ഈ തൻ്റെ പാണ്ഡിത്യവും തൻ്റെ ധാരണയും തൻ്റെ ഭാഷയിന്മേലുള്ള തൻ്റെ സ്വാധീനവുമൊക്കെ ശരിയാവണ്ണം പാർലമെന്റിലോ അതിന് പുറത്തോ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു പരിഗണന പാർട്ടിയിൽ കിട്ടുന്നില്ല എന്ന പരാതി തരൂർ നേതൃത്വത്തെ അറിയിച്ചുവെന്ന്. ആ പരാതിയെ അന്ന് ഗൗരവത്തിൽ നേതൃത്വം മുഖവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ
അത് തരൂരിനെ പരിഗണിക്കുന്നുവെന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ സന്ദർഭം. ഈ ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സംവിധാനത്തിന്റെ ഭാഗമായി തരൂരിന്റെ പേര് വരുമ്പോൾ പോലും അതിനെ വെട്ടിമാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരൂർ പോയാൽ പോകട്ടെ എന്നൊരു നിലപാട് നേതൃത്വത്തിനുണ്ട് എന്നാണല്ലോ നേതൃത്വം പറയാതെ പറയുന്നത്. തീർച്ചയായിട്ടും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ശശി തരൂരിനെ ഇനി ഈ നിലയിൽ ശശി തരൂർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് അപ്പുറത്ത് വേറെ, അതായത് പാർട്ടിക്ക് മീതെ, അതുക്ക് മീതെ എന്നുള്ള നിലയിൽ ശശി തരൂർ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് ഇങ്ങനെ നിലപാടുകളുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്ത, പാർട്ടി നിലപാടുകളുമായിട്ട് തീരെ യോജിച്ചു പോകാത്ത ഒരു ലൈനാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ ഇനിയും അത് അതേപടി അനുവദിച്ചു കൊടുക്കാൻ ഡോക്ടർ മോഹൻ വർഗീസ് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടിക്കളയണം എന്നതാണോ തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട്? അതിന്റെ ഭാഗമാണോ ഈ ഒഴിവാക്കൽ? പൊന്നു കായ്ക്കുന്ന മരമാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കായ്ഫലം ആർക്ക് അനുഭവവേദ്യമാകും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കോൺഗ്രസിന് അനുഭവവേദ്യമാകേണ്ട തരൂർ എന്ന റിസോഴ്സ്, റിച്ച് ആൻഡ് വൈബ്രന്റ് റിസോഴ്സ്, അത് BJPക്കാണോ ഇപ്പോൾ അനുഭവവേദ്യമാകുന്നത് എന്ന ഒരു തർക്കമാണ് ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നത്. നോക്കൂ, ശശി തരൂരിന്റെ സെലക്ഷന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ട്. അതങ്ങനെയാണ്. തീർച്ചയായും ഭരണപക്ഷം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം കണ്ടു. അതേപോലെ തന്നെ അതേ ശ്വാസത്തിൽ എനിക്ക് പറയേണ്ടി വരും, അതിൻ്റെ പിന്നിൽ ഒരു ഔചിത്യബോധവും കണ്ടു. ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയമെല്ലാം മാറ്റി നിർത്തിയാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യയുടെ മുഖമായി, ഓൾറെഡി അറിയപ്പെടുന്ന ഇന്ത്യയുടെ മുഖമായി അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന നമ്പർ 1 റിസോഴ്സ് ശശി തരൂറാണ് എന്ന് BJPക്ക് പറയാം, കോൺഗ്രസിന് പറയാം, ഇടതുപക്ഷങ്ങൾക്ക് പറയാം, ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശശി തരൂർ ഗെറ്റ്സ് പിക്ഡ് ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഇതിൻ്റെ ഔചിത്യബോധം കൂടി പരിഗണിക്കുമ്പോഴാണ് ആ സെലക്ഷന് പിന്നിലെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഔചിത്യബോധം? ശശി തരൂർ ഡസ് നോട്ട് ബിലോങ് ടു BJP, ഭരണകക്ഷിയുടെ ഭാഗമല്ല, ഭരണമുന്നണിയുടെ ഭാഗമല്ല. അപ്പോൾ ശശി തരൂരിനെ സെലക്ട് ചെയ്യണം എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊറോഗേറ്റീവാണ്. സെലക്ട് ചെയ്തോളൂ. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. വി ഹാവ് ഓൾറെഡി സെലക്ടഡ് ശശി തരൂർ ഇൻ എൻ എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റി. എന്തുകൊണ്ടാണ്? അദ്ദേഹം പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാനാണ്. ആ ഒരു ഘട്ടത്തിൽ അത് മാത്രമല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പരിചയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ക്ലാസ്സിൽ പെടുത്തിയല്ല ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആരെ കൂടിയാണ് വേണ്ടത്? കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാം. ഓൾറെഡി തരൂർ ഇസ് പിക്ഡ്. ആരെയൊക്കെയാണ് വേണ്ടത് ചോദിക്കാം, ഘടകകക്ഷികളോട് ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ ആകെ 40 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന കക്ഷികൾക്ക് നിങ്ങളുടെ നിലവിലുള്ള അംഗസംഖ്യ അനുസരിച്ച് ഒരു കോട്ട നിശ്ചയിക്കുമ്പോൾ ഇന്ന നമ്പേഴ്സാണ് വരുന്നത്, പറഞ്ഞുകൊള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഔചിത്യബോധമുണ്ടായിരുന്നു. ഇത് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന ഒരു പ്രതീതി ലോകത്തിന് മുമ്പിൽ ജനിപ്പിക്കാൻ ഒരു അന്തരീക്ഷം ഒരുക്കാൻ ഗവൺമെന്റിന് ചുമതലയുണ്ട്. അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെറിയ തോതിൽ പാളിച്ച പറ്റി. പക്ഷെ തരൂറിന്റെ സെലക്ഷൻ യാതൊരു രീതിയിലും ഒരു അസംബന്ധ നാടകമല്ല. കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കോൺഗ്രസിനോട് കൺസൾട്ട് ചെയ്തിട്ട് വേണമായിരുന്നു. കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അദ്ദേഹം പെട്ടില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർ അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതൊന്ന്. 2, ഉണ്ടാകേണ്ട മറ്റൊരു പേരുണ്ടായിരുന്നു. അത് തീർച്ചയായും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പേരായിരിക്കില്ല. പക്ഷേ മുൻകാല പരിചയം വെച്ചുകിട്ടാണെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി സർവകക്ഷി സംഘത്തിൻ്റെ ഒരു ഭാഗമാകേണ്ടതാണ്. ദേശഭക്തിയും ദേശീയതയും ഭരണകക്ഷിയുടെ മാത്രം കുത്തകയല്ല, പ്രതിപക്ഷത്തിൻ്റെ കുത്തകയാണ്. നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചില റിസർവേഷൻസ് ഉണ്ടാവും BJPക്ക്. മുൻകാലങ്ങളിൽ അമേരിക്കയിൽ നടത്തിയ ചില പരാമർശങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ ഇന്ത്യ വിരുദ്ധതയുണ്ട് എന്ന ആരോപണം BJP കേന്ദ്രങ്ങളിൽ ഉയർത്തി. അപ്പോൾ അതൊരു വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി നിൽക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയല്ല, പ്രതിപക്ഷ നേതാവ് എന്ന തസ്തികയാണ് ലോകം കാണുന്നത്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്താൽ ഇന്ത്യ വിരുദ്ധമായ ഒരു പരാമർശം ഈ സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി വെളിയിൽ ചെന്ന് അമേരിക്കയിലോ ബ്രിട്ടനിലോ യൂറോപ്യൻ സമൂഹത്തിലോ എവിടെയെങ്കിലും ആകട്ടെ ചെന്ന് ഇന്ത്യ വിരുദ്ധമായ, ഇന്ത്യയുടെ ഔപചാരിക പൊസിഷന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തിട്ട് തിരിച്ചു വന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം തുടരാനാവുമോ? ഇതൊക്കെ ഔചിത്യബോധം തന്നെയല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിക്കും അല്ലല്ല ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ താങ്കൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും പരിശോധിച്ചാൽ ഇന്ത്യയുടെ താല്പര്യം, രാജ്യത്തിന്റെ താല്പര്യം എന്നൊക്കെ പുറമേ പറയുമെങ്കിലും ഈ പ്രതിനിധി സംഘത്തെ നിശ്ചയിച്ച കേന്ദ്ര സർക്കാരിനും പ്രതിനിധി സംഘത്തിലേക്ക് പോകേണ്ടതാരെന്ന് പട്ടിക നൽകിയ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും
ഒരേപോലെ അവരുടെ രാഷ്ട്രീയം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നല്ലേ? ഔചിത്യം എന്നുള്ളത് താങ്കൾ ഒരു ഭംഗിവാക്കെ ഉപയോഗിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം പ്രവർത്തിച്ചു എന്നല്ലേ? ഉറപ്പായും രാഷ്ട്രീയമാണ് ശ്രീ ഗോപികൃഷ്ണൻ. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഏത് നയവും വിദേശകാര്യ നയമാണെങ്കിൽ പോലും അതിന് പിന്നിൽ ഹിഡനായ രാഷ്ട്രീയമുണ്ട്. ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം വിദേശകാര്യ നയത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ രാജ്യം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പ്രതിനിധി സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണം എന്നത് അതിന്റെ തിയററ്റിക്കൽ പാരഡൈം മാത്രമാണ്. പ്രാക്ടിക്കലി ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് നോക്കൂ. പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യമാണ്. ആ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ ഭരണകക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി, ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ആരാണ്? ഷാഡോ ക്യാബിനറ്റ്, ദ ഗവൺമെന്റ് ഇൻ വെയിറ്റിംഗ്. അതാണ് പറയുക ഷാഡോ ക്യാബിനറ്റ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല എങ്കിൽ പോലും ഒരു ആലങ്കാരികമായി പറയാം, രാഹുൽ ഗാന്ധിയാണ് ഗവൺമെന്റ് ഇൻ വെയിറ്റിംഗിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഇന്ത്യയുടെ നയമാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെയോ മുന്നണിയുടെയോ നയമല്ല, പ്രതിപക്ഷത്തിന്റെ നയമല്ല, മറിച്ച് ഭാരതത്തിന്റെ നയമാണെങ്കിൽ കക്ഷികളെല്ലാം ഒന്നാണ്. ഇത് സർവകക്ഷി സംഘം. അവർ പാർലമെന്റ് അംഗങ്ങൾ മാത്രം, ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ മാത്രം. അങ്ങനെയെങ്കിൽ 40 പേര് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ലോട്ട് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും ശശി തരൂർ ലോട്ട് ഉണ്ടാകേണ്ടതാണ്. ജോൺ ബ്രിട്ടാസ് എം പിക്കുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. ജോൺ ബ്രിട്ടാസ് എം പി വാജ്പേയിയുടെയും നരസിംഹറാവുവിന്റെയും കാലത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച്, അന്നത്തെ ഏറ്റവും സുന്ദരമായ ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ താങ്കൾ പറഞ്ഞു. അതൊന്നും ഈ കാലത്ത് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇതിൽ എന്തായാലും ഉണ്ടാകേണ്ടുന്ന ഒരാളായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്? അപ്പോൾ BJPയും വളരെ കെയർഫുള്ളായി രാഷ്ട്രീയം അതിനകത്ത് പ്രയോഗിച്ചു. അതേപോലെ തന്നെ കോൺഗ്രസും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയം അവരുടെ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അതിൽ നിഴലിച്ചു. ഈ നിരീക്ഷണത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവരെല്ലാം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ സ്നേഹിതൻ KVS ഹരിദാസ്, നിഷ്കളങ്ക ഭാവമാണെങ്കിലും KVSനുള്ളിലൊരു തന്ത്രശാലി ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മൃദു സംഭാഷണം കൊണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് അത് മറയിടുന്നുണ്ട്. എനിക്ക് KVSനോട് കൃത്യമായി ചോദിക്കാനുള്ളൊരു കാര്യം, അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും പ്രതിദാനം ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ന് രാജ്യത്തുള്ളത്? അന്ന് പാർലമെൻറ്റിൽ നടപടിക്രമങ്ങൾ, അതല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം എത്രത്തോളം ദൃഢതയാർന്നതായിരുന്നു? അന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ കേൾക്കാനുള്ള സജ്ജത കാണിച്ചിരുന്നില്ലേ? അന്ന് പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗത്തിൽ പോലും പ്രധാനമന്ത്രിമാർ വന്നിരുന്നില്ലേ? ഇന്ന് രാജ്യം വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള അല്ലെങ്കിൽ പഹൽഗാം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് പോലും പ്രധാനമന്ത്രി എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു? ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം വട്ടപൂജ്യമാകുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ KVS നിങ്ങളുടെ പാർട്ടി തന്നെ, നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. പിന്നെ KVS പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എന്താ കാരണം വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ലീഡറായിട്ടുള്ള ഗൗരവ് ഗഗോയിയെക്കുറിച്ചും രാജ്യസഭയിൽ എൻ്റെ സഹപ്രവർത്തകനായ നസീർ ഹുസൈനെ കുറിച്ചാണ് പറയുക. KVS നിങ്ങൾ വിക്രം മിശ്രയ്ക്കെതിരെ പോലും വിഷലിപ്തമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടത്തിയതാണ്. പഹൽഗാമിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ആരതിക്കെതിരെയും ഹിമാൻഷിക്കെതിരെയും നിങ്ങൾ വിദ്വേഷ പ്രചരണം നടത്തിയവരാണ്. ഞാൻ KVSനെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് KVS പ്രദാനം ചെയ്ത ആശയത്തിൻ്റെ തീവ്ര വക്താക്കളുടെ കാര്യമാണ് പറയുന്നത്. എന്തിനേറെ നമ്മുടെ സോഫിയ ഖുറേഷിക്ക് പോലും എതിരെ പോലും ഒരു മന്ത്രി എത്ര വിഷലിപ്തമായിട്ടുള്ള പ്രചരണമാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന് പറയാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പരാതിപ്പെടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വിയോജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാരണങ്ങളുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സർവകക്ഷി സംഘത്തെ നിങ്ങൾ വിടുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള പേരുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതേസമയം
കോൺഗ്രസ് നേതൃത്വത്തോട് പറയുക, ഇന്ന ആൾക്കാർ ഉണ്ടാകുന്നത് അഭികാമ്യമാണെന്ന് ഞങ്ങൾ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ KVS ഒന്ന് ചിന്തിക്ക്, ഈ സർവകക്ഷി യോഗം പോകുന്നതിന് മുമ്പ് ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് 2 ദിവസം ചർച്ച ചെയ്ത് ഏകകണ്ഠേനയുള്ള ഒരു പ്രമേയം ഈ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ട് തൊട്ടു പിറ്റേന്നാണ് ഈ സർവകക്ഷി സംഘങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ശോഭയാർന്ന ഒരു ദൗത്യമാകുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നത്? ഇനി ശശി തരൂരിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ ജോർജ് പൊടിപ്പാറ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു വക്താവിൻ്റെ ഭാവത്തിൽ തന്നെ പറഞ്ഞു, ഇനി ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് പറ്റില്ല എന്ന്, കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. എനിക്ക് അദ്ദേഹത്തോട്, അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ഒരു വീക്ഷണത്തോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെല്ലാം കൂടി മത്സരിച്ച് ആ ശശി തരൂരിനെ തള്ളി അപ്പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. ശശി തരൂർ ഒരു പൂർണ്ണതോതിലുള്ള ഒരു കോൺഗ്രസ്സുകാരനായിട്ട് അവതരിച്ച ആളല്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ എന്ത് പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സമന്വിതരായ നേതാക്കൾക്കെതിരെ എത്രയോ പരാമർശങ്ങൾ തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്, നെഹ്റുവിനെ കുറിച്ച് ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു KSUവിലൂടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്നു വന്ന ഒരു കോൺഗ്രസ്സുകാരനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ശശി തരൂരിനെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു വിനീതമായ അപേക്ഷ ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ട്വീറ്റിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വാക്കുകൾക്ക് ഉപോത്ബലകമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ് ശശി തരൂർ വിദേശത്തേക്ക് ഒരു സംഘത്തെ നയിച്ച് പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പോരായ്മകളെ മറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട്, ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട്. ഒന്നും കൂടി ഞാൻ പറയാം. അതായത് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശിൻ്റെ ട്വീറ്റുകൾ പരിശോധിക്കുക. ചിദംബരത്തിനെതിരെ ഉദിത് രാജ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ നടത്തിയ പ്രസംഗം, ശശി തരൂരിനെതിരെ ഉദിത് രാജ് നടത്തിയ പ്രസംഗങ്ങൾ, ഈ 2 പ്രസംഗവും ജയറാം രമേശിൻ്റെ ട്വീറ്റിലുണ്ട്. അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജയറാം രമേശും ചിദംബരവും ശശി തരൂരും. ഈ 3 പേരും ഒരു സമിതിയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ 2 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ നടത്തിയ പരാമർശം മൂന്നാമതൊരു വർക്കിംഗ് കമ്മിറ്റി അംഗം തൻ്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിൽ ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്ന മാതൃകയാണോ എന്നുള്ള കാര്യം ജോർജ് പൊടിപ്പാറയും അതുപോലെ ജോർജ് പൊടിപ്പാറയെ ഭാഗികമായി പിന്തുണച്ച മോഹൻ വർഗീസും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. ഈ ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. BJPക്ക് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നത് പൂർണ്ണമായിട്ടും. എന്താ കാരണം? ഇത്തരമൊരു സർവകക്ഷി സംഘത്തെ അയക്കുന്നതിൻ്റെ പിന്നിൽ പോലും വേണമെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാകാം. വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം പ്രതികളെല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കണ്ടോ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചല്ലേ പോകുന്നത്, ഈ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ലേ ഞങ്ങൾ പറയുന്നത് എന്നുള്ളൊരു പ്രചരണം വേണം നടത്താം. മുമ്പും ഇതുപോലുള്ള സുരക്ഷാ കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തിയവയാണ് ഇവരൊക്കെ. ഈ പറയുന്ന പുൽവാമ സംഭവത്തിൻ്റെ മുകളിലാണ്, ബാലക്കോട്ട് സംഭവത്തിൻ്റെ മുകളിലാണ് 2019 തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഫൈറ്റ് ചെയ്ത് തന്നെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ BJP രാഷ്ട്രീയം കലർത്തില്ല എന്നുള്ള യാതൊരു വ്യാമോഹവും എനിക്കില്ല. കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ മുൻനിർത്തി തിരങ്ക യാത്രകൾ BJP നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഈ തീവ്ര ദേശീയത എവിടെ യഥാർത്ഥത്തിൽ ഉലയൂതാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തിനാണ് യുദ്ധവെറിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പങ്കപ്പാടും നടത്താൻ വേണ്ടി BJP ശ്രമിച്ചിട്ടുള്ളത്? ഇതിനോടൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്, ഒരു തർക്കവും വേണ്ടതില്ല. പക്ഷെ അതേസമയം ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ താല്പര്യം വിദേശ രാജ്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതേസമയം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സർഗാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഞങ്ങൾ അടിവരയിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിയോജിപ്പുകളുടെ തലങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചത്. ഇപ്പോൾ IMF ലോണ് പോലും എടുത്താൽ
എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ IMF ലോണ് അനുവദിച്ചപ്പോൾ ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്തത്? അപ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ വക്താക്കൾ പറഞ്ഞു ആ എക്സിക്യൂട്ടീവ് ബോർഡിൽ അബ്സ്റ്റെയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ യുക്രൈൻ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം വന്നപ്പോൾ എന്തുകൊണ്ടാണ് റഷ്യ യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് ബോർഡിൽ യഥാർത്ഥത്തിൽ അതിനെതിരെ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് മുമ്പ് തന്നെ 2005 മറ്റെയാണെന്ന് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ് തന്നെ സിംബാബ്വേയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഈ എക്സിക്യൂട്ടീവ് ബോർഡിൽ നമ്മൾ നോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. പക്ഷേ വിദേശത്തേക്ക് സർവകക്ഷി സംഘങ്ങളെ അയക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ പരിക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇന്നത്തെ അഭികാമ്യമായ കാര്യമെന്ന് KV സരിദാസ് താങ്കളുടെ മറുപടി. അല്ല ഗോപി, 2-3 കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തിയില്ല? അത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ചർച്ചയ്ക്കിടയ്ക്ക്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ ജോലിക്ക് പറ്റുന്ന ആൾക്കാരെ നിശ്ചയിച്ചു ഗവൺമെൻറ്. ദിസ് എ ഹാൻഡ് പിക്ഡ് ടീം. അതിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം വേണമെങ്കിൽ ചോദിച്ചുകൂടെ? ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ബ്രിട്ടാസ് ഈ ടീമിലുണ്ട്. ബ്രിട്ടാസ് രാജ്യസഭയിലെ നേതാവാണ്, ലോക്സഭയിലെ CPMൻ്റെ നേതാവാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള K. രാധാകൃഷ്ണൻ. എന്തുകൊണ്ട് വേണമെങ്കിൽ രാധാകൃഷ്ണനെ വിളിച്ചില്ല എന്ന് ചോദിച്ചുകൂടെ? കാരണം ഈ ഒരു ജോലിക്ക് ബ്രിട്ടാസിനെ അടുത്തോളം പ്രാഗൽഭ്യമുള്ള മറ്റൊരു CPM നേതാവില്ല എന്ന് ഗവൺമെൻറ്റിന് തോന്നി, അതുകൊണ്ട് നിശ്ചയിച്ചു. കോൺഗ്രസിൽ നിന്ന് അതേപോലെ തന്നെ ശശി തരൂരിനെ പോലെ ഒരു വിദഗ്ധൻ, ഇപ്പോൾ ലോകപരിചയമുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് ഗവൺമെൻറ്റിന് അറിയാം. അദ്ദേഹം കോൺഗ്രസ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് തന്നെ നിശ്ചയിച്ച വണ്ണം വിദേശകാര്യ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറെ ചർച്ചകളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു സതുദ്ദേശമുണ്ട്. ആ സതുദ്ദേശം എന്നുള്ളത് രാജ്യ താല്പര്യമാണ്. രാജ്യ താല്പര്യത്തിന് അനുസൃതമാകുന്ന ഒരു എക്സ്പെർട്ടൈസുള്ള ടീമിനെ നിശ്ചയിച്ചു. രാഹുൽ ഗാന്ധിയുടെയൊക്കെ എക്സ്പെർട്ടൈസ് കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട. ചർച്ച ചെയ്താൽ ഇപ്പം എങ്ങും തീരില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പൊടിപ്പാറ ഇവിടുന്ന് പോയി, പൊടിപ്പാറ തന്നെ തുറന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇൻഡോ പാക് സംഘർഷത്തിനിടയിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാ. ഇവിടെ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് സർക്കാരിനെ ആക്ഷേപിക്കുകയും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന പൊടിപ്പാറ പറയുന്നു കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ താല്പര്യമില്ലേ എന്നാ. സത്യത്തിൽ യുദ്ധത്തിൻ്റെ വേളയിലെങ്കിലും നമ്മൾ ഈ പെട്ടി പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് രാജ്യത്തിന്റെ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അല്ല, അതിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഈ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും രാഷ്ട്രീയമായിട്ടാണ് BJP കൈകാര്യം ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടക്കുന്ന ഈ തിരങ്ക യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ. അല്ല ഗോപി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയാൻ പോയതൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഇവിടെ നമ്മൾ രാജ്യത്തിൻ്റെ താല്പര്യം, രാജ്യത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രതിബദ്ധത ബ്രിട്ടാസിനൊക്കെ നന്നായിട്ട് അറിയാം. 1962 ചൈന യുദ്ധകാലത്ത് അന്ന് നെഹ്റു ഇന്ത്യയിലുണ്ടായിരുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും പിടിച്ച് ജയിലിലിട്ടു. കാരണം ഇവരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട്. അന്ന് ആകപ്പാടെ വേണമെങ്കിൽ വിവാദമായ ഒരു പ്രസ്താവന EMSൻ്റേതാണ്. ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചത്. അന്ന് US ഉൾപ്പെടെ ML ലോറൻസ് ഉൾപ്പെടെ പഴയ കാലത്ത് അവരുടെ എണ്ണം കുറവാണെന്ന് ജീവിച്ചിരിക്കുന്നത്, അവരെയൊക്കെ പിടിച്ചന്ന് ജയിലിലിട്ടില്ലേ? ഇന്നിപ്പോൾ അതിനേക്കാളൊക്കെ എത്ര ഒരു ദേശവിരുദ്ധമെന്ന് തോന്നിക്കാവുന്ന നിലപാടുകൾ നമ്മുടെ പലരിൽ നിന്നും ഉണ്ടാകുന്നു. ഓവൈസി കാണിച്ച ഒരു രാഷ്ട്രഭക്തി ഉണ്ടല്ലോ പലപ്പോഴും. ഞാൻ എടുത്തു പറയാം, ഓവൈസി എടുത്ത ഒരു രാഷ്ട്രഭക്തി അത് പല കോൺഗ്രസ്സുകാരിൽ നിന്നും കണ്ടിട്ടില്ല. ഡൽഹിയിൽ CPIയുടെ നേതാക്കന്മാർ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം. ബ്രിട്ടാസ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദീജല കരാറ്, ആ വെള്ളം കൊടുക്കുന്നത് സംബന്ധിച്ച കരാറ് മരവിപ്പിച്ചതിനെതിരെ പാകിസ്ഥാന് വെള്ളം കൊടുക്കണം ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ CPIയുടെ നിലപാട് വെള്ളം കൊടുക്കണമെന്നാണോ? മെഹബൂബ മുഫ്തിയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ പരസ്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് മുഴുവൻ ചർച്ച ചെയ്യാൻ പോയാൽ നമുക്കത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ്, ശരി. ഒരേ മനസ്സോടെ ചിന്തിക്കേണ്ട സമയമാണ്. അതിന് പാകത്തിന് പെരുമാറാൻ കഴിയുന്ന, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സെലക്ടഡ് ടീമിനെയാണ് ഗവൺമെന്റ്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾക്ക് പറയാനുള്ളത് കൂടി സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ക്ഷമിക്കണം. ഡോക്ടർ മോഹൻ വർഗീസ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഹോഴ്സസ് ഫോർ കോഴ്സസ് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. എല്ലാ കുതിരയ്ക്കും എല്ലാ പന്തയ കോഴ്സിലും ഓടാനാവില്ല. ഏതെല്ലാം കുതിര ഓടിയാലാണ് ജയിക്കുന്നത്, പന്തയം വെക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യക്തമായ ഒരു നിലപാടുണ്ട് കേന്ദ്ര സർക്കാരിന്. ഇന്ന ആളുകൾ ഉറപ്പായി വേണം. അതിലൊരാൾ ശശി തരൂറാണ്. അത് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് പ്രോഗറ്റീവാണ്, തീർച്ചയായിട്ടും എടുക്കാം. പക്ഷെ അത് ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് ലിസ്റ്റിൽ എന്തുകൊണ്ട് വന്നില്ല എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും. അതൊരു കാര്യം. രണ്ട്, ഇവിടെ ആഭ്യന്തരമായി വലിയ തോതിലുള്ള ചർച്ച ഇവിടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇവിടെ മാറിയിരുന്ന് പാകിസ്ഥാൻ സന്തോഷിക്കുന്നുണ്ടാവും. ജനാധിപത്യ ഭാരതത്തിൽ കൂലങ്കഷമായ ചർച്ചകൾ ഉണ്ടാകുന്നത് ശരിയാണ്. പക്ഷേ ഭാരതത്തിന്റെ ഭാഗം പറയാൻ വിദേശത്ത് പോകുന്ന ടീമിന്റെ അംഗങ്ങളുടെ ഇൻക്ലൂഷനെ കുറിച്ച് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചർച്ചയിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യ ഒറ്റക്കെട്ടല്ല എന്ന ഒരു പ്രതീതി. ആ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. അയൽ രാജ്യം ശത്രുവായി പെരുമാറുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, അതായിരിക്കണം ഏറ്റവും മുന്നിൽ പരിഗണിക്കപ്പെടേണ്ടതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ രാജ്യത്തിന്റെ പ്രതിനിധി സംഘത്തെ നിശ്ചയിക്കുമ്പോൾ അതിൽ കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള കൂട്ടായ നീക്കങ്ങളും വേണം. അതിന് പിന്നിൽ രാഷ്ട്രീയം കളിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ ഈ രാജ്യത്തിന്റെ ജനതയ്ക്ക് പ്രാപ്തിയുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു.